ജബ്രൂട്ടിനൊരു പരാതി ഉണ്ട് കേട്ടോ. ഓൻ്റെ ഉമ്മച്ചി മാത്രം എനിക്ക് സ്കൂൾക്ക് ചോറ് തരും, ബാക്കി എല്ലാ പാരൻസും വെറൈറ്റി ഐറ്റംസൊക്കെയാണ് മക്കൾക്ക് കൊടുത്തു തരുന്നത്. ഈ ഉമ്മച്ചി എന്താ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് ഭയങ്കര പരാതി കേട്ടോ. എന്നിട്ട് അപ്പം ഞാൻ ചോദിച്ചു മോൻക്ക് എന്താ വെറൈറ്റി വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു എനിക്ക് വെറൈറ്റി ഒന്നും വേണ്ട, ഇനി ഉച്ചക്കത്തേക്ക് കുറച്ച് പത്തിരിയും കറി ഉണ്ടാക്കി തരുമെന്ന്. അതപ്പോൾ എനിക്കെന്തോ പാവം തോന്നിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പത്തിരിയും കറി ഉണ്ടാക്കി കൊടുക്കാതെ. അപ്പോൾ രാവിലെ കുറച്ച് നേരം വൈകി എഴുന്നേറ്റ് നോക്കുമ്പോഴോ വന്ന് നോക്കുമ്പോൾ വിറകൊന്നുമില്ല. പിന്നെ അട്ടത്ത് കയറി വിറകൊക്കെ എടുത്ത് ആ അട്ടത്തുനിന്ന് ഒരു പ്രാവശ്യം ഞാൻ വീണ കഥയൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ അടുപ്പത്ത് കുളിക്കാനുള്ള വെള്ളം, ജിബ്രൂട്ടിന് കുളിക്കാനുള്ള വെള്ളം ഫസ്റ്റ് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി മുട്ട പുഴുങ്ങുക, പഴം പുഴുങ്ങുക. അതായത് നേരം വൈകിട്ടുണ്ടെങ്കിലും കുറച്ച് മുട്ടയും പഴം പുഴുങ്ങി തിന്നിട്ട് അവനെ പറഞ്ഞു വിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മുട്ട ഇവിടെ സാധാരണ പുഴുങ്ങും, പഴവും പുഴുങ്ങും. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പരിപാടി എന്തെന്നാ, ഗ്രീൻ പീസ് കറി, പത്തിരിക്കുള്ള കറി ഗ്രീൻ പീസാണ് കേട്ടോ. ഞാൻ അന്നേരം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ ചിക്കനോട് ചിക്കൻ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് നിൽക്ക് വരുമ്പോഴത്തേക്കും ചിക്കൻ കറിയൊക്കെ പൊട്ടിപ്പോയിക്കണം. അപ്പോൾ ഏതായാലും ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഈ ഉള്ളീൻ്റെ പകുതിയിൽ നമ്മൾ പകുതി മുറിച്ച ഉള്ളി ഉപയോഗിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ആ ഭാഗം കളഞ്ഞത്. അങ്ങനെ ഗ്രീൻ പീസ് കറിക്കുള്ളതൊക്കെ സെറ്റാക്കിയിട്ട് പൊടി വാട്ടുകയാണ് പത്തിരിക്കുള്ള. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കടികളിലൊന്നാണ് കേട്ടോ പത്തിരി. ഞാൻ പെട്ടെന്ന് ചെയ്ത് തീർക്കും. അത് ചൂടോടെ തന്നെ പത്തിരിക്കുള്ള പൊടി ഞാൻ കുഴക്കും കേട്ടോ. പക്ഷേ ഇന്ന് കുഴച്ചതാണ്, കുറച്ച് ചൂട് കൂടിപ്പോയി. അപ്പോൾ ഞാൻ പാത്രമൊക്കെ മാറ്റി, ഇത് ഒരു പരന്ന പാത്രത്തിലാകുമ്പോൾ കുറച്ചൊന്ന് ചൂടാറുമല്ലോ. അങ്ങനെ അടിപൊളിയായിട്ട് പത്തിരിക്കുള്ളതൊക്കെ കുഴച്ച് ഉരുളകളാക്കി പത്തിരി ചൂടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ പത്തിരി പ്രസ്സിൻ്റെ ഉള്ളിൽ എല്ലാവരും കാണാൻ ഇങ്ങനെ ഒരു ഷീറ്റ് വെക്കുന്നത്, അതെന്താണെന്ന് എനിക്ക് അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതില്ലെങ്കിൽ നമുക്ക് പത്തിരി ചുട്ടൂടെ പരത്തിക്കൂടെ എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ ദോശച്ചട്ടിയിലാണ് ചൂടുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ എണ്ണ പരത്തി ചൂടുമ്പോൾ നമ്മളെ പത്തിരിൻ്റെ കളർ മാറിപ്പോവുക. അത് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമല്ല കേട്ടോ. പത്തിരി വെള്ള കളറിൽ തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ചട്ടി, അത് അടിപൊളി പൊന്തു, നല്ല ഉഷാറായിട്ട് പൊന്തു ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ചുട്ടെടുത്തിട്ടോ പത്തിരി, എല്ലാ പത്തിരികളും ചുട്ടെടുത്ത്. അപ്പോഴത്തേക്കും ജബ്രൂട്ടിന് എഴുന്നേറ്റാന്ന്. പിന്നെ ഓൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. അവൻക്ക് എണ്ണ തേച്ച് കൊടുക്കുക, പല്ല് തേച്ചോളൂ, കുളിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലോണം കുളിക്കുകയും ചെയ്തോളൂ. അങ്ങനെ കട്ടൻ ചായ വെക്കുകയാണ്. കട്ടൻ ചായ ജബ്രൂട്ടനുള്ളതാണ് കേട്ടോ. ജബ്രൂട്ടൻ ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് കട്ടൻ ചായ വേണം, പക്ഷേ ജബ്രൂട്ടൻ പാൽച്ചായ. അങ്ങനെ പത്തിരി മുട്ട പുഴുങ്ങിയതും പഴം പുഴുങ്ങിയതൊക്കെ എനിക്ക് കൊടുത്തിരുന്നു. ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് ഉമ്മച്ചിൻ്റെയൊക്കെ വാഴക്കട്ടിയും കൊണ്ടിരുന്നത് ഉപ്പേരി, ഉച്ചക്കത്തേക്കുള്ള ഉപ്പേരിക്കുള്ളതാണത്. അങ്ങനെ ഗ്രീൻ പീസ് കറി സെറ്റാക്കണം. നല്ല ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ അടുപ്പത്ത് വെച്ചാൽ വേവും, നല്ല അടിപൊളിയായിട്ട് വേവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അധികം നീരൊന്നും ഇല്ലാത്തൊരു കറിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അങ്ങനെ ജബ്രൂട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ കറിയും പത്തിരിയൊക്കെ സെറ്റാക്കിയിരിക്കണേ. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ നക്കൊക്കെ മുറിച്ച് കൊടുത്ത് ഓനെ പറഞ്ഞു വിട്ടുട്ടോ. ഇനിയാണ് എൻ്റെ പരിപാടി. എനിക്ക് എന്താണ് കട്ടൻ ചായ കുടിക്കണം. ഇന്ന് കട്ടൻ ചായ കുടിച്ചില്ല, അതുകൊണ്ട് വേഗം പോയിട്ട് കട്ടൻ ചായയും കൂടെ പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതൊക്കെ അത് കൂടി തിന്നട്ടെ. പത്തിരി പിന്നെ ആവാം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പത്തിരിയും തിന്നണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. തിരക്ക് കുറഞ്ഞൊരു രാവിലെ.